മക്കളുടെ മേലിൽ ഉപ്പാക്കടുത്ത കല്യാണം കഴിച്ചു കൊടുക്കൽ ആവശ്യമുള്ള വ്യക്തിയാണെങ്കിൽ, അദ്ദേഹത്തിന് കല്യാണത്തിലേക്ക് ആവശ്യമുണ്ട് എങ്കിൽ അടുത്ത കല്യാണം കഴിച്ചു കൊടുക്കൽ മക്കളുടെ മേലും നിർബന്ധമാണ്, മക്കളുടെ മേലും നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നിർത്തുന്നില്ല. ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് ഇസ്ലാം പറയുന്നത്, ആ പിതാവിനിക്കെങ്ങാനും അധ്വാനിച്ചു കൊണ്ടിട്ടോ ആ പോറ്റാനുള്ള, ഭക്ഷണം കൊടുക്കാനുള്ള, ജീവിതമാർഗം കൊടുക്കാനുള്ള കഴിവ് പിതാവിനിക്കില്ലെങ്കിൽ, അധ്വാനിക്കാനുള്ള കഴിവ് പിതാവിനിക്കില്ലെങ്കിൽ, ആ വാപ്പയുടെ ഭാര്യയെ കൂടി നോക്കേണ്ടത്, വാപ്പയുടെ ഭാര്യയെ കൂടി നോക്കേണ്ടത് ഈ മക്കളുടെ മേലും നിർബന്ധമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ത്വഹാ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീഅത്ത് പഠിപ്പിക്കുന്നുണ്ടോ? എത്രമാത്രം ഗൗരവപരമായിട്ട് നമ്മൾ ഈ വിഷയത്തിനെ കാണേണ്ടത്. പല ആളുകളും ഉണ്ട് പള്ളിയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കും. കാരണം വീട്ടിൽ പോയിട്ട് ആരുമില്ല, ഒരു കാര്യം പറയാൻ ഒരാരുമില്ല. പല ആൾക്കാരും കരുതിയിട്ട് ഉമ്മ മരിച്ചാ പിന്നെ വാപ്പാന്റെ തുലുങ്കുപ്പായി അലക്കലല്ലേ, അത് എന്റെ കെട്ടിയോളുണ്ട് അലക്കിക്കോളും. ആര്? മക്കൾ കരുതുന്നത് അത് എന്റെ ഭാര്യ കണ്ട് അലക്കിക്കോളും. ഭാര്യക്ക് അതല്ല ഉത്തരവാദിത്വം. ഉപ്പായുടെ വസ്ത്രം അലക്കാനുള്ളത് അല്ലെങ്കിൽ ഉപ്പായുടെ ചെലവിന് കൊടുക്കേണ്ടതോ ഉപ്പായുടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതോ എന്റെ ഭാര്യക്കല്ല ഉത്തരവാദിത്വം, അത് എന്റെ മേല ഉത്തരവാദിത്വം. ഇന്നലെ ഏതെങ്കിലും വീട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വമല്ലത്. മകനായ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ മകളായ ഞാൻ ചെയ്യണം. മക്കളായ നമ്മളാ ചെയ്യേണ്ടത്, നമ്മുടെ ഭാര്യമാർക്കല്ല അതിന്റെ ഉത്തരവാദിത്വം.